എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 6 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി ഇക്കഴിഞ്ഞ ജനുവരി മാസം 23 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ നിലവിൽ 7 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ 6 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 16,50,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. 7ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 45 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 7,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 7ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 75 ലക്ഷത്തിന് മുകളിൽ രൂപയാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 17,25,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ജനുവരി മാസം 16 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പ്രാവീൺ കുടിഷാപ്പ്. ശ്രീരാജ ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിത തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 13 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,10,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം പ്രാവീൺ കുടിഷാപ്പ് എന്ന സിനിമയുടെ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 9,50,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ജനുവരി മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ അനശ്വരരാജൻ, അർജുൻ അശോകൻ, ബാലു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കൂടിയാണല്ലോ എന്ന് സ്വന്തം പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 3,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അടുത്ത സിനിമ ജനുവരി മാസം 9 തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആസിഫിലെ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫിലെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി 2025 എന്ന ഈ വർഷത്തിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ മലയാള സിനിമയെ മാറിയ സിനിമ കൂടിയാണ് രേഖാചിത്രം. നിലവിൽ 21 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന രേഖാചിത്രം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 21 ദിവസങ്ങൾ കൊണ്ട് 25,80,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 21 ദിവസങ്ങൾ കൊണ്ട് 55 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയും ഏറെക്കുറെ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ 2021 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ടോവിനോ തോമസ് നായകനെത്തിയ ഐഡന്റിറ്റി. അഖിൽ പോൾ, അനസ്ഖാൻ എന്നിവരുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ്, വിനയ് റായ്, തൃഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് ഐഡന്റിറ്റി. നിലവിൽ ഐഡന്റിറ്റി എന്ന സിനിമയുടെ തിയേറ്ററിനെല്ലാം അവസാനിച്ച് ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഫൈനൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 16 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഏകദേശം 30 കോടി 35 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. ചിത്രം കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും പരാജയപ്പെട്ട സിനിമ തന്നെയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് റിലീസ് നടത്തി വൻ തരംഗമായി മാറിയ സിനിമ കൂടിയാണല്ലോ മാർക്കോ. ഹനീഫ് അദനിയുടെ സംവിധാനത്തിൽ ഉണ്ണിമോഹന്റെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് വിന്നറായി മാറുകയും ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് മാർക്കോ. ഇപ്പോൾ ഇത് മാർക്കോ എന്ന സിനിമയും ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നേരത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ബിസിനസ് അടക്കമുള്ള പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. അതുപ്രകാരം മാർക്കോ എന്ന സിനിമ ബിസിനസ് അടക്കം 115 കോടി രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ വന്നിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ട്രാക്കേഴ്സ് കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 103,80,00,000 നിലവിൽ കേരള ബോക്സ് ഓഫീസിലാണെങ്കിൽ 40 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും വൻ തരംഗമായ സിനിമ കൂടിയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.